ഇതാ ഞങ്ങളുടെ വീട്. അയ്യോ ആരാ? ടീച്ചർ. നമുക്ക് ആ വഴി പോയാലോ? ഓക്കെ. ഇതാ ഉണ്ണിയങ്ങളുടെ വഴി. രക്ഷപ്പെട്ടു. അപ്പോ ഇതാണ് നിങ്ങളുടെ കിളിവീട് അല്ലേ? അതെ. ഇനി ചേച്ചി പൊക്കോ. ഞാനെവിടെ പോവാനാ? എന്റെ പേഴ്സ് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ചാച്ചനെ കണ്ട് പൈസ മേടിച്ചിട്ടല്ലേ പോവാൻ പറ്റൂ. ചേച്ചിയെ കണ്ടാ പിന്നെ ചാച്ച ഞങ്ങളെ പൊരിക്കും. ഞാൻ ഐസ്ക്രീം മേടിച്ചു തന്നതല്ലേ കുട്ടാ, പ്ലീസ്. പാവം ചേച്ചിയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ നിർത്തിയാലോ? അയ്യോ ചാച്ചൻ, ഇനിയിപ്പോ എവിടെ പോയാ തിരക്കുന്നേ? ഞാൻ പറഞ്ഞിരുന്നല്ല അവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ എങ്ങനെ മിസ്സായെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത്ര ഇറസ്പോൺസിബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിള്ളേരെ അങ്ങോട്ട് അയക്കില്ലായിരുന്നു. ടീച്ചർമാരാണെന്ന് പറഞ്ഞ് അണിഞ്ഞൊരുങ്ങി നടന്നാ പോരാ. ഒരു മിനിറ്റ്. നിങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് എങ്ങോട്ടാ പോയത്? എങ്ങും പോയില്ല. പിന്നെ ഇതിനകത്ത് എങ്ങനെ കയറിയത് നിങ്ങള്? ചോദിച്ചു കേട്ടില്ലേ? മ്യൂസിയത്തിൽ നിന്നപ്പോ പെട്ടെന്ന് അനുവിനൊരു തലവേദന വന്നു അല്ലേ? അല്ല, വയറുവേദനയായിരുന്നു. തലവേദനയും വയറുവേദനയും ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ടെന്താ ടീച്ചർമാരുടെ അടുത്ത് പറയാഞ്ഞേ? അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ചാച്ച, അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ശരിയാണോ ഇവൻ പറഞ്ഞു? ശരിയാണോന്ന്? ശരിയാ ചാച്ച, സത്യമായിട്ടും ചെറിയ തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അനുവിനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ചാച്ചൻ പറഞ്ഞ പോലെ ഇരുന്ന് പഠിക്കാന്ന്. ഇതിനാണോ ചാച്ചൻ ഞങ്ങളെ വഴക്ക് പറഞ്ഞത്? കരച്ചിൽ നിർത്താൻ ഇനി മേലെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ? ഓ, ഇവിടെ എത്തിയോ മിസ്റ്റർ ബെന്നി? നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞതിന്റെ മറുപടി ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ച അപ്പൊ ടീസി എന്ന് പറഞ്ഞുവിടും. പറഞ്ഞേക്കാം. വാ ടീച്ചറെ, നമുക്ക് പോവാം. എന്താ തൃപ്തിയായില്ലേ മിസ്സുമാരെ കൊണ്ട് ചാച്ചനെ വഴക്ക് കേൾപ്പിച്ചപ്പോ? ഇനി നിങ്ങളെന്നും ഒരു ഒറ്റ സ്ഥലത്തേക്ക് വിടത്തില്ല. കുറെ കളി കൂടുന്നുണ്ട് ഈടെയായിട്ട്. ഇതെങ്ങനെ ഇപ്പൊ ഓണായത്? തനിയെ ഓണായതാ. തനിയെ ഓണായതോ? മാറേക്ക്.